we are going to study interview. Interview is a planned process of asking questions and seeking answer to gain more information and understanding. നമുക്കെല്ലാവർക്കും അറിയാം ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതായത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരാളടുത്ത് ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് പേർപ്പസ് ഉണ്ട് ഇൻ്റർവ്യൂവിന്. ഇപ്പം ഒരു ന്യൂസ് പേർപ്പസിനുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ഉണ്ട്, അതുമല്ലെങ്കിൽ മറ്റ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ട്. പക്ഷേ ബേസിക്കലി നമ്മൾക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഫോർ ഗ്യാതറിങ് ഫാക്ട്സ് ആൻഡ് ഇൻ്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഒപ്പീനിയൻ ആൻഡ് പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. A reporter will have to interview several people while preparing news stories and features. Let us analyze the different types of interviews. First one, interview for gathering in facts or getting facts or news interviews. News interviews എന്ന് പറഞ്ഞാൽ this type of interview intended to give the reader expert comments and illuminations on a subject from persons directly or indirectly connected with the news item. അതായത് ഒരു ന്യൂസ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം ഒരു ഇവൻറ്റുമായിട്ട് അല്ലെങ്കിൽ എന്താണോ ന്യൂസ്, ആ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളിൽ നിന്ന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിനെ ആണ് നമ്മൾ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഐ വിറ്റ്നസിനെ മീറ്റ് ചെയ്തിട്ട് റിപ്പോർട്ടർ അവരുടെ കയ്യിൽ നിന്ന് സ്റ്റോറി എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കും. ആ ഇൻ്റർവ്യൂ അത് ന്യൂസ് ഇൻ്റർവ്യൂ. ഇപ്പം ഒരു മർഡറാണ് നടന്നതെങ്കിൽ അതിൽ ചിലപ്പോൾ വിറ്റ്നസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും. പോലീസിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും. പോലീസാണല്ലോ അതിൻ്റെ പ്രൈമറി കാര്യങ്ങളുടെ കൺക്ലൂഷനൊക്കെ കൊടുക്കുന്നത്. സോ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളിനെയാണ് ന്യൂസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും വേറൊരു ഇവൻ്റാണ് നടക്കുന്നത്, അപ്പോൾ ആ ഇവൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, അതൊക്കെ ഈ ഒരു ന്യൂസ് ഇൻ്റർവ്യൂ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ദെൻ ഇൻ്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഒപ്പീനിയൻ ഓർ സിമ്പോസിയം ഇൻ്റർവ്യൂസ്. അതായത് ഒരു ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അതായത് എ റിപ്പോർട്ടർ ഗ്യാദേഴ്സ് ഒപ്പീനിയൻ ഫ്രം സെവറൽ പേഴ്സൺസ് ടു കൺവേ എ ജനറൽ ഐഡിയ അബൌട്ട് എ ടോപ്പിക്. The interviewees need not be expert on the topic but ordinary citizen. അതായത് ഈ ഒരു സിമ്പോസിയം ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഒപ്പീനിയൻ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇൻ്റർവ്യൂവീസ് എന്ന് പറയുന്ന ആൾക്കാർ, അതായത് ആരെയാണോ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അവരൊരിക്കലും ഭയങ്കര എക്സ്പേർട്സ് ഒന്നും ആവണ്ട ഈ കാര്യത്തിൽ. അതെന്താണ്, നമ്മളുടെ ഓർഡിനറി സിറ്റിസൺസിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ പെട്രോളിന് വില കൂടുക, അപ്പോൾ നമ്മൾ കുറച്ച് ആളുകളെ, സാധാരണ ജനങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യും അവരുടെ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഗ്യാസിന് വില കൂടുമ്പം, അതേപോലെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സിറ്റിസണിന് എന്താണ് പറയാനുള്ളത്, അവരുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒപ്പീനിയൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സിമ്പോസിയം ഇൻ്റർവ്യൂ നമ്മുടെ ഇലക്ഷൻ ടൈമിൽ അങ്ങനെയൊക്കെയുള്ള സമയത്തെടുക്കുന്ന ഓർഡിനറി പീപ്പിളിൽ നിന്ന് എടുക്കുന്ന സംഭവങ്ങൾ, അവരുടെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അതിനെക്കുറിച്ചിട്ട് എക്സ്പേർട്സ് ആവുകയൊന്നും വേണ്ട അവരെന്നുള്ളതാണ്. ദെൻ പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ. പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള ഇൻ്റർവ്യൂസാണ്. അത് നമ്മൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകളുമായിട്ടാവാം, അതുപോലെ സെലിബ്രിറ്റീസ് ആയിട്ടുമാവാം, പൊളിറ്റീഷ്യൻസ്, മിനിസ്റ്റേഴ്സ്, അവരൊക്കെ ആയിട്ടാവാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ന്യൂസ് വർത്തി ഉണ്ടാവണം ആ പേഴ്സൺ എന്നുള്ളതാണ്. ഒന്നുകിൽ ന്യൂസ് വർത്തി ഉണ്ടാവാൻ പോകുന്നൊരു പേഴ്സൺ ആവാം. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ ഫേമസ് ആവാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവർ ന്യൂസ് വർത്തിയാണ്. ഇപ്പം ഒരാൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേൾഡിലെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു ഇന്ത്യക്കാരനാണെന്ന്. അപ്പോൾ
അപ്പം അവർ ആ ടീച്ചർ എന്ന് പറയുന്നത് ഇതുവരെ ഫേമസ് അല്ല. ബട്ട് ഈ അവാർഡ് കിട്ടിയതിന് ശേഷം അവരെ കുറിച്ചിട്ട് അവർ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ന്യൂസ് വർത്തിയാണ്. സോ അത്തരത്തിലുള്ള ഭാവിയിലാവാവുന്ന സംഭവങ്ങൾ അങ്ങനെ. ദെൻ ഒരു പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂവിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ്, അച്ചീവ്മെൻറ്റ്സ്, ഫെയിലിയർ, ബിലീവ്സ്, ലൈക്സ്, ഡിസ്ലൈക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് ആളുകൾക്ക് കിട്ടുന്നത് എന്താണ്? ഇൻഫർമേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ചില സമയത്ത് അത് ഇൻസ്പിരേഷൻ ഒക്കെ നമുക്ക് കിട്ടും. ചില ആളുകൾ, ചില സക്സസ്ഫുൾ ആയിട്ടുള്ള ചില വ്യക്തികൾ അവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്തേക്കുന്ന ഫെയിലിയേഴ്സ്, അവർ ഫേസ് ചെയ്തേക്കുന്ന ചലഞ്ചസ്, അപ്പോൾ ആ ചലഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ അടുത്ത് പറയുമ്പോൾ എങ്ങനെയാണ് അവർ ആ ഒരു ചാലഞ്ചിനെ മറികടന്നത്, എങ്ങനെയാണ് സക്സസ്ഫുള്ളി അവർ എത്തിപ്പെട്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഇൻസ്പയർഡ് ആവും. അപ്പോൾ ഒരു ചില പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇൻഫോം, എൻ്റർടൈൻ, അതിനേക്കാളൊക്കെ ഉപരി ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ഓർ ഗെറ്റ് മോട്ടിവേറ്റഡ്, അങ്ങനെയൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂസ് നമുക്ക് കിട്ടാറുണ്ട്. സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്താ പറയുക, അവരെക്കുറിച്ചിട്ട് നമ്മൾക്ക് ആരാധനയുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മൾ കാണുന്ന എന്തിനാണ്? അവരുടെ ലൈക്സ്, ഡിസ്ലൈക്സ്, അവരുടെ ബിലീവ്സ്, അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ്, അവരുടെ ഫാമിലി ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അതൊക്കെയാണ് ഇൻ്റർവ്യൂയുടെ പേർപ്പസ് എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രീ റിക്വസൈറ്റ്സ് ഓഫ് ഫോർ ഇൻ്റർവ്യൂസ്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇൻ്റർവ്യൂയുടെ മുൻപായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒരു നല്ല ഇൻ്റർവ്യൂ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫോർ എ മീനിങ്ഫുൾ ആൻഡ് എഫക്റ്റീവ് ഇൻ്റർവ്യൂ, എ റിപ്പോർട്ടർ ഷുഡ് ബി റിയൽ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ബിഫോർ ഫൈനലൈസിങ് ആൻ ഇൻ്റർവ്യൂ. ഓക്കെ, നമ്മളുടെ ഇൻ്റർവ്യൂ ഒരു സക്സസ്ഫുൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ആരാണോ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ എന്നെ പറയുന്ന പേരാണ് ഇൻ്റർവ്യൂവർ. ഇൻ്റർവ്യൂവർ എന്ന് പറയുന്ന ആൾ നമ്മൾ റിപ്പോർട്ടർ ആവുമല്ലോ മെയിൻലി. അപ്പോൾ അവരെന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്യണം എന്നുള്ള സംഭവങ്ങളാണ്. അല്ലെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിനകത്ത് പ്രിപ്പയർ എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ബിഫോർ ആൻ ഇൻ്റർവ്യൂ ഇസ് കണ്ടക്റ്റഡ്, ദ ഇൻ്റർവ്യൂവർ ഷുഡ് ഫുള്ളി പ്രിപ്പയർഡ്. ഹി ഓർ ഷീ ഷുഡ് thoroughly നോ ദ ഇൻ്റർവ്യൂ. ആ പേഴ്സൺ ആരാണോ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം അയാളെ കുറിച്ചിട്ട് തരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു റൈറ്റർ ആണെങ്കിൽ അയാളുടെ ബുക്സ് നമ്മൾ വായിച്ചിരിക്കണം കുറച്ചെങ്കിലും. അല്ലെങ്കിൽ അവരുടെ ഒരു വേ ഓഫ് തോട്ട് എന്താണ്, അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ക്ലിയർ ഐഡിയ അബൌട്ട് ദി പേഴ്സൺ. അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നത് തന്നെയാണ്. ഇൻ്റർവ്യൂവർ ഷുഡ് ഓൾസോ ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദ പേഴ്സൺ whom he or she has to interview. He or she should know the interview's age, habits, interests, achievements, controversies, decisions or statements if any. അതായത് ആ ഒരു വ്യക്തി നേരിട്ടിട്ടുള്ള, അതായത് പൊതുവെ പബ്ലിക്കായിട്ട് അറിയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞ്. അത്തരത്തിലുള്ള അവരുടെ ഏജ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരുന്ന ഹാബിറ്റ്സ്, ഇൻട്രസ്റ്റ്, അച്ചീവ്മെൻറ്റ്സ്, കോൺട്രവേഴ്സറീസ്, അതേപോലെ തന്നെ എന്തെങ്കിലും ഡിസിഷൻസ്, കോൺട്രവേഴ്ഷ്യൽസ് ഡിസിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ചില ആളുകൾക്ക് ഭയങ്കര വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുക, അല്ലെങ്കിൽ ഇപ്പം പോസ്റ്റുകളുടെ കാലമാണല്ലോ നമ്മളുടെ ഡിജിറ്റൽ അല്ലെങ്കിൽ ന്യൂ മീഡിയയിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂ മീഡിയ പോസ്റ്റ് ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞൊരു അഭിപ്രായം ഭയങ്കരമായിട്ട് പ്രശ്നമാവുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിവുണ്ടായിരിക്കണം. ദെൻ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണ ആളുടെ അടുത്ത് നിന്ന് പ്രയർ കൺസെൻറ്റ് വാങ്ങിയിരിക്കണം. നമ്മളുടെ വെന്യൂ എവിടെയാണ്, ഡ്യൂറേഷൻ ഓഫ് ദ ഇൻ്റർവ്യൂ, അതേപോലെ തന്നെ ഏത് നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രയർ കൺസെൻറ്റ് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇൻഫോം ചെയ്തിരിക്കണം. പ്രിപ്പയർ ക്വസ്റ്റ്യൻസ്.
Interviewers should prepare in advance meaningful and intelligent questions which have direct relevance to the interviewing. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ക്വസ്റ്റ്യൻസ്. ഇന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം എന്നുള്ള രീതിയിൽ വെൽ പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻസുമായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വളരെ മീനിങ് ആയിട്ടുള്ള അയാളുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അയാൾക്ക് പറയാൻ പറ്റുന്ന, അതായത് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അവർക്ക് പറയാൻ പറ്റുക, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ദെൻ ബി എ ഗുഡ് ലിസണർ. നമ്മളെപ്പോഴും ഒരു ഗുഡ് ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ് ഒരു ഇൻ്റർവ്യൂവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരാളിനെയാണ്. അപ്പം അവരെ കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടമുണ്ടാവുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. സോ ഇൻ്റർവ്യൂസ് തരുന്ന ആളിനേക്കാളും കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ബോർ. അതേപോലെ തന്നെ നമ്മൾ ചില ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, സെലിബ്രിറ്റീസ് ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാവും, പക്ഷേ ആങ്കർ ഇങ്ങോട്ട് കയറിയിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും പാടില്ല. നമ്മൾ ബി പൊളൈറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നല്ല കാം കൂളായിട്ട് അവർ പറയുന്നത് കേൾക്കണം, നന്നായിട്ട് ലിസൺ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ അവർ നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യതിചലിച്ച് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു കാര്യം നമ്മൾ ലിസൺ ചെയ്യുമ്പോഴാണ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, ആ ചോദ്യത്തിനുള്ള ഉത്തരം ആ പേഴ്സണാലിറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാകും, ഐ മീൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകാം, അതിൽ നിന്നുള്ള വേറെ വേറെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ബി എ ഗുഡ് ലിസണർ. ദെൻ ഒബ്സർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻ്റർവ്യൂ ബിക്കോസ് ദ ജസ്റ്റേഴ്സ്, ബോഡി മൂവ്മെൻറ്റ്സ് ഓക്കെ, നമ്മുടെ പേഴ്സണാലിറ്റീൻ്റെ ആരാണോ ഇൻ്റർവ്യൂ തരുന്ന ആളിൻ്റെ, നമ്മളായിട്ട് സംസാരിക്കുന്ന ആളിൻ്റെ മാനറിസംസ്, ജസ്റ്റേഴ്സ്, വേ ഓഫ് സിറ്റിംഗ്, വേ ഓഫ് ടോക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സ്, അതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും അവരുമായിട്ട് അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഇമോഷൻസ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അവരടുത്ത് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ സംസാരിക്കുമ്പം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവർ പറയും, അയ്യോ ഇത് പറയരുത്, ഇത് പറയില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ആ പറയരുത് എന്ന്, അതായത് ഇത് പബ്ലിഷ് ചെയ്യരുത് എന്ന് അവർ പറഞ്ഞിട്ടുള്ള ഭാഗം, ദാറ്റ് ഈസ് ഓഫ് ദ റെക്കോർഡ്. അത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. സോ ഒരാൾ ഇൻ്റർവ്യൂ തന്നു, അതിൻ്റെ ഇടയിൽ ഒരാൾ ഒരു കാര്യം പരാമർശിച്ചു, ദെൻ അവർ തന്നെ പറയാണ് സോറി ഇത് പബ്ലിഷ് ചെയ്യരുത്, ഈ ഭാഗം കട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു. സോ ആ ചോദിച്ച ആ പെർട്ടിക്കുലർ പാർട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കണം. അത് ഓഫ് ദ റെക്കോർഡ് എന്നാണ് ആ ഒരു ടേം പറയുക. അത് മനസ്സിലോർത്ത് വെച്ചോളാം, ഓഫ് ദ റെക്കോർഡ് വേർഡാണ് ഓഫ് ദ റെക്കോർഡ്. അപ്പോൾ ആ സംഭവം നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ റിലാക്സ്ഡ് ആൻഡ് ഇൻഫോർമൽ അറ്റ്മോസ്ഫിയർ. നമ്മളെപ്പോഴും ഭയങ്കര കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഉള്ളൊരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ അവരുമായിട്ട് ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു കോണ്ടാക്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. എന്നിരുന്നാലേ അവർക്ക് നമ്മളടുത്തൊരു ഫ്രീ ഫീൽ ഉണ്ടാവുകയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുള്ളൂ. ദെൻ ടേപ്പ് ദ ഇൻ്റർവ്യൂ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇൻ്റർവ്യൂ എന്ത് ചെയ്യണം, ടേപ്പ് ചെയ്ത് വെക്കണം. ബിക്കോസ് എന്തെങ്കിലും ഒരു ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളുടെ ഇയാൾ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഞാനത് അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പ്രൂഫ് ഉണ്ടാവണം നമ്മളടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ എപ്പോഴും അത് ടേപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ബി പൊളൈറ്റ് നേരത്തെ പറഞ്ഞത്. ദെൻ ഈസി ടു ഡിഫിക്കൽട്ടി. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഒരാളുടെ അടുത്ത് ആദ്യം തന്നെ വന്നിരുന്നിട്ട് ഒരാൾ ഇൻ്റർവ്യൂവിന് വന്ന് നമസ്കാരമൊക്കെ പറഞ്ഞ് പറയാണ്, നിങ്ങളിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, അപ്പോൾ എന്തായിരുന്നു അത്, അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യം, അതൊന്നുമല്ല. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ ഡിഫിക്കൽട്ടിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ആദ്യം ഇങ്ങനെ ചോദിച്ച് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള കൂൾ ആൻഡ് കാമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനുശേഷം ഇങ്ങനെ പോയിട്ട് ലാസ്റ്റിലേക്കാണ് നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണതൊക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ദെൻ
ഇപ്പം നമ്മൾ ഓഫ് ദ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷീല കണ്ണന്താനം എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കണ്ണന്താനത്തിൻ്റെ വൈഫ്, അവരുടെ ഒരു ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ടല്ലോ. അത് നമ്മൾ ഭയങ്കര ട്രോളായിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ആക്ച്വലി അവരിങ്ങനെ അത് ലൈവ് അല്ലായിരുന്നുവെങ്കിൽ അവരുമായിട്ടുള്ള സംസാരം, അവരുടെ ബൈറ്റ് ലൈവ് അല്ലായിരുന്നുവെങ്കിൽ ഈ ഇതൊന്നും വരില്ലല്ലോ എന്ന് പറഞ്ഞത് അവരങ്ങനെ ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ ഇപ്പം കോൺട്രാവേഴ്സീസ് എന്ന് പറഞ്ഞപ്പം ചില പോസ്റ്റുകൾ, ചില ആളുകൾ ഇങ്ങനെ ഒരാളിനെ കുറിച്ചിട്ടൊക്കെ ചില പോസ്റ്റൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് പിന്നീട് ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂ ആയിട്ട് സോഷ്യൽ മീഡിയ ആഘോഷിച്ചിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം. എന്നിട്ട് പിന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബാഡ്. സോ അവരുടെ കുറിച്ചിട്ടുള്ള മാക്സിമം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കളക്ട് ചെയ്യുക, അത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളാണ് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പം ഓൾറെഡി ഒരു പബ്ലിക്കേഷൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത ഒരാൾ അവർ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെ പിന്നെയും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ അത് ചോദിച്ചാൽ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് തന്നെ എന്തോ ഫീൽ ചെയ്യും. കാരണം എന്നെക്കുറിച്ച് ബേസിക് കാര്യങ്ങൾ പോലും അറിയാണ്ടാണോ അതിന് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലൊക്കെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ഫ്ലോ നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഫോർമൽ ടോക്കിൽ നിന്ന് തുടങ്ങിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. ദെൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. ടോപ്പിക്കൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ സ്ട്രക്ചർ ഓഫ് ദ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് മോസ്റ്റ് ഇൻ്റർവ്യൂസ് ആർ പ്രസൻറ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോമാറ്റ് ആൻഡ് എ ബ്രീഫ് biographical sketch is given at the beginning and then the entire interview is reproduced or its excerpts. Then another structure of an interview is in the form of a speech, story, giving important facts and quotes. അതായത് പല രീതിയിൽ നമ്മൾ ഇൻ്റർവ്യൂസ് ചെയ്യാറുണ്ട്, പബ്ലിഷ് ചെയ്യാറുണ്ട്. കാരണം അത് ചിലപ്പം ആ ഇൻ്റർവ്യൂ ചെയ്ത ആളിൻ്റെ ഒരു യുക്തിക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചേഴ്സിൽ മാറ്റം വരാം. ഇപ്പം സാധാരണ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ, ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ, അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ അവരുമായിട്ടൊരു നീണ്ട സംസാരം പോലെ ചെയ്യാം. ചില ഇൻ്റർവ്യൂസ് നിങ്ങൾ ഈ വനിത പോലെയുള്ള മാഗസിൻസിലൊക്കെ നിങ്ങൾ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോക്സിൽ ഡയലോഗ് ബോക്സിലൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടൊക്കെ ചെയ്യുന്നത് കാണാം. സോ അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ അത് ഡിപ്പെൻസ് ആണ് ആ സബ്ജക്റ്റിനോടും സംഭവങ്ങളിലൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പം അതിൻ്റെ സ്പേസിനനുസരിച്ചിട്ട് അതിനകത്ത് എന്തായാലും ഒരു 3-4 ഫോട്ടോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പൊതുവേ. ഇപ്പോൾ മാഗസീൻസിലൊക്കെ ആണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള നല്ല നല്ല ഫോട്ടോസ് കുറച്ചൊക്കെ പ്രൊവൈഡ് ചെയ്യും. ന്യൂസ് പേപ്പറിലാകുമ്പോൾ സപ്ലിമെൻ്റ് ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഇതൊക്കെ ഈ പേഴ്സണാലിറ്റി ഫീച്ചർ പബ്ലിഷ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാട്ടോ പറയുന്നത്. അതല്ലാണ്ട് ഈ ന്യൂസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്താണ് ജസ്റ്റ് അതെന്താണ് അതിന് ഫോട്ടോസോ അല്ലെങ്കിൽ റെക്കോർഡ്സോ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം ജസ്റ്റ് അവരുടെ അടുത്ത് ചോദിക്കുന്നു, അറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ ബൈറ്റ്സ് എടുക്കുന്നു, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും നമ്മൾ അവർ പറയുന്നത് ലിസൺ ചെയ്യുക, ബി എ ഗുഡ് ലിസണർ എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ് ഒരു ഇൻ്റർവ്യൂവറിൻ്റെ. സോ ഇത്രയുമാണ് ഒരു ഇൻ്റർവ്യൂ എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. സോ താങ്ക് യു.